ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുകുമാരി ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. കണിമംഗലത്തെ കാരണവരായ ജയഭാരതിയുടെ തീരുമാനമായത്. ശരി, കണിമംഗലക്കാർ പഴയ രാജാക്കന്മാരാണല്ലോ. ഇപ്പോഴും രാജരക്തം ഞരമ്പിലൂടെ ഓടുന്ന ആൾക്കാരാണല്ലോ. പേടിക്കേണ്ടവരെ പേടിക്കണമല്ലോ. ഞാൻ ഇറങ്ങാം. ഇവളെയും കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. പക്ഷേ ഞാനിവിടുന്ന് നേരെ പോകാൻ പോകുന്നതേ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ പീഡനത്തിന്റെയും ഭർത്താവ് ചെയ്ത ചതിയുടെയും കഥകള് ഇവള് പോലീസ് സ്റ്റേഷനിൽ പറയും. അവിടുന്ന് ഇറങ്ങിയ ഞാൻ നേരെ ഏതെങ്കിലും പത്രക്കാരെ കാണും. ഇവള് ജീവിച്ചിരിക്കെ ഇവൻ വേറൊരു കല്യാണം കഴിച്ചതും അവളോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഇവൻ ഇവളെ കൊല്ലാൻ ശ്രമിച്ചതുമൊക്കെ അവരോടും പറയും. അതുകൊണ്ടും തീർന്നില്ല. ഈ വീടിന് ചുറ്റുമുള്ള ആളുകളുണ്ടല്ലോ, കണിമംഗലംകാരെ തമ്പുരാക്കന്മാരെ പോലെ കാണുന്നവര്, അവരുടെയൊക്കെ വീട്ടിലും കയറിയിറങ്ങി കണിമംഗലം പരമേശ്വരനും അയാളുടെ കുടുംബവും ചെയ്ത നീതികേട് പറഞ്ഞിട്ടേ ഞാൻ പോകൂ. എന്താ, ഞാനങ്ങനെ ചെയ്യട്ടെ? ഇത്രയും നേരം കണിമംഗലത്തെ ജയഭാരതി കൽപ്പിച്ചില്ലേ? ഇനി അങ്ങോട്ട് കൽപ്പിക്കാൻ പോകുന്നത് ആറ്റുവാശ്ശേരിയിലെ സുകുമാരിയമ്മയാ. ഇവൾ ഇനി ഈ കുടുംബത്തിനകത്ത് തന്നെ ഉണ്ടാവും. ഇവള് മാത്രമല്ല, ഇവളുടെ കൂടെ ഞാനും. തടയാനെങ്ങാനും ഒരാള് കൈ ഉയർത്തിയ കൺമുന്നിന് വിലങ്ങി വെച്ച് കൊണ്ടുപോകും കൊച്ചുമോനെ. അതിനുള്ള സകല ഏർപ്പാടും ചെയ്തിട്ടാ സുകുമാരിയമ്മ വന്നിരിക്കുന്നത്. മോളെ, നീ അകത്തേക്ക് കേറിക്കോ. സൂക്ഷിച്ച് നടക്കും മോളെ, വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ. പതുക്കപ്പോ. ഏട്ടാ, ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നേ? വരുൺ, പ്ലീസ്, സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നീ ഒന്നും സംസാരിക്കരുത്. നിങ്ങളെ ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയ മുത്തശ്ശി ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം.